ഗസയിൽ ഇന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന ദിവസമാണ്. പക്ഷേ 6,30,000 കുട്ടികൾക്ക് ഇന്നും സ്കൂളിലേക്ക് മടങ്ങാനാകില്ല. ഗസയിലെ ഭൂരിഭാഗം സ്കൂളുകളും ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു. വെടിനിർത്തൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും BK സുഹൈലാണ് ഗസയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള വാർത്തകളുടെ കൂടുതൽ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. സുഹൈല, വെടിനിർത്തൽ ചർച്ചകൾ ഫലം കാണുന്നില്ല എന്നുള്ളത് ഒരു വശത്തുണ്ട്. മറുവശത്ത് സൈനിക പിന്മാറ്റം അടക്കമുണ്ടാകില്ല എന്ന് നെതന്യാഹു ആവർത്തിച്ചു പറയുന്നു. നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. എന്തൊക്കെയാണ് ഗസയിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള കൂടുതൽ വിവരങ്ങൾ? ഫാരിഷ, ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഗസയിലെ കുട്ടികൾ അവരുടെ പുതിയ അധ്യയന വർഷം തുടങ്ങേണ്ട ഒരു ദിവസമായിരുന്നു. പക്ഷേ കുട്ടികൾക്കൊന്നും തന്നെ സ്കൂളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. 6.5 ലക്ഷത്തോളം ആളുകളാണ് വിദ്യാർത്ഥികളായി ഗസയിലുള്ളത്. അവർക്കൊന്നും തന്നെ സ്കൂളിലേക്ക് മടങ്ങാൻ സാധിക്കില്ല. ഭൂരിഭാഗം സ്കൂളുകളും, പ്രത്യേകിച്ചും യുണർവയുടെ അടക്കമുള്ള സംവിധാനങ്ങൾ അവർ സ്ഥാപിച്ച സ്കൂളുകളടക്കം ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളായി നിൽക്കുകയായിരുന്നു. ആ അഭയാർത്ഥി ക്യാമ്പുകളെ പോലും ഇസ്രായേൽ തകർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ന് ഇനി കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയും എന്ന് ഇപ്പോഴും പറയാനാവാത്ത ഒരു സാഹചര്യമാണ്. അടുത്ത മാസത്തോടു കൂടി 1 വർഷമാവുകയാണ് ഗസയിലെ ഇസ്രായേലിൻ്റെ വംശഹത്യ. അത് ഇനി എപ്പോൾ അവസാനിക്കും എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് വെടിനിർത്തൽ ചർച്ചകൾ ഒന്നാകെ ഇല്ലാതെയാവുന്ന, അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ. ഫിലാഡൽഫി ഇടനാഴിയെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം മുറുകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈജിപ്തും ഗസയും തമ്മിലുള്ള അതിർത്തി, ആ അതിർത്തിയിൽ വെടിനിർത്തൽ കഴിഞ്ഞാൽ പോലും, വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയാൽ പോലും അവിടെ ഇസ്രായേലിൻ്റെ സാന്നിധ്യം, ഇസ്രായേൽ സൈനിക സാന്നിധ്യം ഉണ്ടാകണം എന്ന ഒരു വാശിയിൽ നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഈ വിഷയത്തിൽ ഹമാസ് പറയുന്നത്, ഈ വെടിനിർത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു സൈന്യം, ഇസ്രായേലിൻ്റേത് മാത്രമല്ല വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ വിദേശ സൈനിക സാന്നിധ്യം ഗസയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പുതിയ ഒരു നിലപാടുമായി ജോ ബൈഡൻ US പ്രസിഡന്റ് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു വിഭാഗത്തിനും സ്വീകാര്യമായിട്ടുള്ള പുതിയ ഒരു ഫോർമുല രൂപപ്പെട്ടു വരുന്നു എന്നാണ് അമേരിക്ക അറിയിക്കുന്നത്. മനസ്സിലാക്കിയിടത്തോളം ഈ ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേലിൻ്റേതല്ലാത്ത ഒരു സമാധാന ഒരു സേന, പാശ്ചാത്യ രാജ്യങ്ങളുടെയും അതേപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയും എല്ലാം നിയന്ത്രണത്തിലുള്ള ഒരു സേന രൂപീകരിക്കുക എന്നുള്ളതാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനെയും ഹമാസ് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഒരു സൈനിക സാന്നിധ്യവും ഗസയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം ദോഹയിൽ വെച്ച് നടന്ന ചർച്ചകളെല്ലാം തന്നെ അലസി പിരിഞ്ഞിരുന്നു. നെതന്യാഹുവിൻ്റെ കടുംപിടുത്തം കാരണം അത്തരം നിലപാടുകളെല്ലാം തന്നെ, അത്തരം നിർദ്ദേശങ്ങളെല്ലാം തന്നെ നെതന്യാഹു തള്ളിക്കളയുന്നൊരു സാഹചര്യമുണ്ടായി. അതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഇസ്രായേൽ കരുത്താർജിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയും ഞായറാഴ്ചയും 7.5 ലക്ഷത്തോളം ആളുകളാണ് ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ പ്രതിഷേധത്തിനിറങ്ങിയത്. പെട്ടെന്നൊരു ഹോസ്റ്റേജ് ഡീലിലേക്ക്, ബന്ദികളെ തിരിച്ചെത്തിക്കുന്ന ഒരു ഡീലിലേക്ക് എത്തിക്കണം എന്ന ഒരു നിർദ്ദേശവുമായിട്ടാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭം കരുത്താർജിക്കുന്നത്.